ഹായ് ഓൾ, സജീർ ക്യൂട്ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ മടങ്ങിയെത്തുകയാണ് പുതിയൊരു വീഡിയോയുമായി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക്. വളരെ കാലങ്ങളായിട്ട് കുറച്ച് ആളുകളായിട്ട് എന്നോട് പലരും മെസ്സേജിലൂടെയും ഈ നമ്മുടെ വീഡിയോസിന്റെ കമന്റ്സിലൂടെയും പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമുക്കൊരു ഓട്ടോമേഷൻ ടെസ്റ്റ് ഫ്രെയിംവർക്ക് സ്ക്രാച്ചിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ സിമ്പിളായ ഒരു ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്സ് എന്നും അതിന്റെ പല ടൈപ്സും പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സെലേനിയം, ജാവ, കുക്കുംബർ, മേവൻ, പേജ് ഒബ്ജക്റ്റ് മോഡൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു സിമ്പിളായ ഒരു ഓട്ടോമേഷൻ ടെസ്റ്റ് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യും, അതെങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊജക്ട്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് എങ്ങനെ ഹാൻഡ്സ് ഓൺ ചെയ്ത് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം, അതിലെങ്ങനെ സിമ്പിളായിട്ട് ടെസ്റ്റ് കേസസ് ആഡ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണിക്കാൻ പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായി പറയുന്നത് ഒരു ഇൻട്രഡക്ഷൻ ആണ്, ഓട്ടോമേഷൻ ടെസ്റ്റ് ഫ്രെയിംവർക്കിലേക്ക് ഒരു ഇൻട്രഡക്ഷൻ ആണ്. അപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർഡ് സെറ്റ് ഓഫ് ടൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ഒരു ഓട്ടോമേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗൈഡ് ലൈൻസ് വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഗൈഡ് ലൈൻസ് വെച്ചിട്ട് കുറേ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫ്രെയിംവർക്ക് ക്രിയേഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് പ്രോസസ്സിനെ നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാം, നമുക്ക് അതിനെ ഗൈഡ് ചെയ്യാം, നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഈ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ആയതുകൊണ്ട് ടെസ്റ്റ് കേസസിനെയും നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മാനുവലി എഴുതുന്ന ടെസ്റ്റ് കേസിനെ ഓട്ടോമേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കത് റൈറ്റ് ചെയ്യുന്നതും നമുക്ക് ആ ടെസ്റ്റ് കേസിനെ നമുക്ക് ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്ത് അങ്ങനെ നമുക്ക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. റീയൂസബിലിറ്റി ഉണ്ടാവും. നമുക്ക് ഓൾറെഡി എഴുതുന്ന ടെസ്റ്റ് കേസസ് വീണ്ടും വീണ്ടും റിയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് കൂടി റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ ആ ഫ്രെയിംവർക്ക് ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ആക്യുറസി ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റിംഗ് സൈക്കിൾസ് ഫാസ്റ്റർ ആകും. കാരണം ഓൾറെഡി നമുക്കൊരു സ്ട്രക്ചേർഡ് ടൂൾസോ ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ടെസ്റ്റ് കേസ് ആഡ് ചെയ്യുമ്പോൾ അത്ര ഒരു നോർമൽ നമ്മൾ ടെസ്റ്റ് കേസ് ആഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാം. കാരണം റീയൂസബിലിറ്റി ഇതിലുള്ളത് കൊണ്ട് റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ മാനുവൽ എറേഴ്സ് നമുക്ക് കുറയ്ക്കാനും പറ്റും. പിന്നെ ഇത് സ്കെയിലബിൾ ആണ്. നമുക്ക് ഒരു ലാർജ് ആൻഡ് കോംപ്ലക്സ് പ്രൊജക്ട്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരും പ്രൊജക്റ്റ് ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ടെസ്റ്റ് കേസുകൾ ആയിരങ്ങൾ അല്ലെങ്കിൽ സെനാരിയോസ് ഒക്കെ 5000 6000 ഒക്കെ സെനാരിയോസ് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്കെയിലബിൾ ആണ്. ഇങ്ങനെ ഒരു ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ടെസ്റ്റ് കേസ് വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും ഈസി ആയിരിക്കും ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രെയിംവർക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ഒരു ഫ്രെയിംവർക്കാണ് ലീനിയർ ഫ്രെയിംവർക്ക്. ഈ ഒരു ഫ്രെയിംവർക്ക് ഒരു റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക് അപ്രോച്ച് ആണ്. ഇപ്പോൾ നമ്മൾ സെലേനി ID ഞാൻ ഓൾറെഡി വീഡിയോ പഴയത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക് ആണ്. നമ്മൾ സിമ്പിൾ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇത് നോർമലി യൂസ് ചെയ്യുന്നത്. ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ, അതാണ് ലീനിയർ എന്ന് തന്നെ പറയുന്നത്. ഒരു സ്മോൾ പ്രൊജക്ട്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്കാണ് ഈ ലീനിയർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ഓഫ് ടെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്. കോഡ് റീയൂസ് ഭയങ്കര മിനിമൽ ആയിരിക്കും. പിന്നെ ടെസ്റ്റ് ഡേറ്റ നമ്മൾ എപ്പോഴും ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ അഡ്വാൻറ്റേജ് സിമ്പിൾ ആൻഡ് ഈസി ആണ്. പിന്നെ ക്വിക്ക് ടെസ്റ്റിങ്ങിന് ഇതൊരു ഐഡിയൽ ഇതാണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്കെയിലബിൾ അല്ല. കോംപ്ലക്സ് പ്രൊജക്റ്റിലേക്ക് നമുക്ക് കൂടുതൽ ടെസ്റ്റ് കേസ് ഒന്നും ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മെയിൻ്റെനൻസ് ഒന്നും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സെലേനി ID. പിന്നെ UFT ഒക്കെ ഈ ഒരു ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് പിന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫ്രെയിംവർക്കാണ് മോഡുലാർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഈ മോഡുലാർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ആപ്ലിക്കേഷനെ ആ ആപ്ലിക്കേഷൻസിൻ്റെ അണ്ടർ ടെസ്റ്റിനെ പല മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ടെസ്റ്റ് സ്ക്രിപ്റ്റ്സിനെ പല മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഈച്ച് മോഡ്യൂൾസിനും നമ്മൾ ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മുടെ ആപ്ലിക്കേഷനെ പല മോഡ്യൂൾസ് ഡിവൈഡ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ മോഡ്യൂൾസിന് നമ്മൾ ടെസ്റ്റ് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇത് മോഡുലാരിറ്റി അല്ലെങ്കിൽ റീയൂസബിലിറ്റി ഇത് ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഡിഫറെൻറ്റ് ടെസ്റ്റ് സെനാരിയോസിന് നമുക്ക് ഈ പർട്ടിക്കുലർ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു മോഡുലാർ അപ്രോച്ചാണ്. ഇത് കോഡ് റീയൂസബിലിറ്റി എൻകറേജ് ചെയ്യുന്നുണ്ട്. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. കാരണം എവിടെയെങ്കിലും ഇഷ്യൂ ആ പർട്ടിക്കുലർ മോഡ്യൂളിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും, ഫ്ലെക്സിബിൾ ആണ്. പിന്നെ ടെസ്റ്റ് കേസസ് ഈസിയർ ടു ഡീബഗ് ആയിരിക്കും. പിന്നെ സ്കെയിലബിളും ആയിരിക്കും. എത്ര വേണമെങ്കിലും നമ്മൾ പർട്ടിക്കുലർ മോഡ്യൂൾ ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് പ്രോഗ്രാമിംഗ് നോളജ്, സ്ക്രിപ്റ്റിംഗ് നോളജ് വേണ്ടി വരും. പിന്നെ ഇനീഷ്യൽ സെറ്റപ്പ് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വലിയൊരു ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ലോഗിൻ പേജ് ഉണ്ടാവും, രജിസ്ട്രേഷൻ പേജ് ഉണ്ടാവും, ഹോം പേജ് ഉണ്ടാവും, പ്രൊഡക്റ്റ് സെർച്ച്, അങ്ങനെ പല പേജസ് ഉണ്ടാവും. അപ്പോൾ അതിനെ ഓരോന്നിനും ഇപ്പോൾ ലോഗിൻ പേജിന് ഒരു ക്ലാസ്, ഒരു ജാവയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോം പേജിന് ഒരു ക്ലാസ്, അങ്ങനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഒരു മോഡുലാർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫ്രെയിംവർക്കാണ് ഡേറ്റ ഡ്രിവൺ ഫ്രെയിംവർക്ക്. ഈ ഫ്രെയിംവർക്കിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ടെസ്റ്റ് ഡേറ്റയെ ടെസ്റ്റ് സ്ക്രിപ്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക. അതാണ് എക്സ്റ്റേണലൈസ് ദ ടെസ്റ്റ് ഡേറ്റ. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റുകൾ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ടെസ്റ്റ് സ്ക്രിപ്റ്റ്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടെസ്റ്റ് സ്ക്രിപ്റ്റ് പല ഡേറ്റ നമ്മൾ നോർമലി ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ സെയിം ടെസ്റ്റ് ഡേറ്റ തന്നെ ടെസ്റ്റ് തന്നെ വീണ്ടും ആഡ് ചെയ്യേണ്ടി വരും. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ. ഇതാകുമ്പോൾ നമ്മൾ എക്സ്റ്റേണലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയാൽ മതി. എന്നിട്ട് എക്സ്റ്റേണലിൽ നിന്നും നമ്മളൊരു മെക്കാനിസം വെച്ച് കോൾ ചെയ്ത് ആ ടെസ്റ്റ് ഡേറ്റ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ലാർജ് ഡേറ്റ സെറ്റ് ഉള്ള സെനാരിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ നോർമലി നമ്മൾ എക്സ്റ്റേണൽ ഫയൽസ് എന്ന് പറയുമ്പോൾ എക്സൽ ആവാം, CSV ആവാം, JSON ആവാം, ഈവൻ ഡേറ്റാബേസ് ആവാം, അങ്ങനെ പല ഫോർമാറ്റുള്ള ഏത് ഫോർമാറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ വേണം. ആ എക്സ്റ്റേണൽ ഡേറ്റാ സോഴ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കോഡിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ച് കോംപ്ലക്സ് ആണ്. പക്ഷേ വൺസ് ആ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ ഒരു പർട്ടിക്കുലർ ആണ്. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ചെയ്യാൻ പോകുന്നത് കുക്കുംബർ ഫ്രെയിം വർക്കാണ്. അപ്പോൾ അതിൽ കുക്കുംബറിലെ എക്സാമ്പിൾസ് സെനാരിയോസ് അല്ലെങ്കിൽ ഫീച്ചറിൽ നമ്മൾ എക്സാമ്പിൾസ് എന്ന് വെച്ചിട്ട് അതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്ത് സെയിം ഡേറ്റ തന്നെ മൾട്ടിപ്പിൾ ടൈമിൽ ചെയ്യാം. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡേറ്റ ഡ്രിവൺ വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഒരു ഫ്രെയിം വർക്കാണ് കീവേഡ് ഡ്രിവൺ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കീവേഡ് ഡ്രിവൺ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രീ ഡിഫൈൻഡ് കീവേഡ്സ്, അത് ഒരു ആക്ഷൻസ് ആയിരിക്കും. ആ പ്രീ ഡിഫൈൻഡ് കീവേഡ്സിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും, അതിന് ഡേറ്റയ്ക്കും ആക്ഷൻസിനും. അപ്പോൾ അത് നോൺ പ്രോഗ്രാമേഴ്സിനും കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും വാല്യൂ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ എൻ്റർ ചെയ്യണം, ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും വെരിഫൈ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഒരു എക്സൽ ഫയലിലേക്ക്, ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ എക്സൽ ഫയൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാമിലേക്ക് കോഡ് ചെയ്യുന്നു. അപ്പോൾ നോൺ പ്രോഗ്രാമേഴ്സിന് വേണമെങ്കിൽ ടെസ്റ്റ് കേസസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ അത് നമ്മൾ ഇതേപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്ത് ഡേറ്റ ഫയൽസ് കീവേഡ്സിനെ സ്റ്റോർ ചെയ്തിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ പാസ് ചെയ്ത് ആ ഒരു ഫോർമാറ്റിൽ. അപ്പം ഡേറ്റ ഡ്രിവൺ ആകുമ്പോൾ ഡേറ്റ മാത്രമേ റീഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ കീവേഡ് ഡ്രിവൺ ആകുമ്പോൾ കീവേഡും കൂടി നമ്മൾ എക്സ്റ്റേണലൈസ് ചെയ്യുകയാണ്, സെപ്പറേറ്റ് ചെയ്യുകയാണ് ടെസ്റ്റ് സ്ക്രിപ്റ്റിൽ നിന്ന്. എന്നിട്ട് അത് റീഡ് ചെയ്തിട്ട് നമ്മുടെ കോഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താണോ നമുക്ക് വേണ്ട ആക്ഷൻ, ആ ആക്ഷൻ നമ്മൾ ചെയ്യുകയാണ്. പക്ഷേ ഹൈലി റീയൂസബിൾ ആണിത്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആണ്, പിന്നെ ഡീബഗിങ് ഓൾസോ ചാലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു കീവേഡ് ഡ്രിവൺ ഫ്രെയിം വർക്ക്. ഞാനത് ഇത്തിരി യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതാണ് ഒരു കീവേഡ് ഡ്രിവൺ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അടുത്താണ് ഹൈബ്രിഡ് ഫ്രെയിം വർക്ക്. അതാണ് നോർമലി മിക്കവാറും എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ കമ്പൈൻസ് ഫീച്ചേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ ഫ്രെയിം വർക്ക്സ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഏത് ഫ്രെയിം വർക്ക് ആണെങ്കിലും നമ്മൾ മോഡുലാറും ബിഹേവിയറും അല്ലെങ്കിൽ കീവേഡും ഡേറ്റ ഡ്രിവണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ആയിരിക്കും. അപ്പം മിക്സ് ഓഫ് മൾട്ടിപ്പിൾ ഫ്രെയിം വർക്ക് ആയതുകൊണ്ട് ഡിഫറൻറ്റ് ടെസ്റ്റിംഗ് നീഡ്സിന് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് നീഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കസ്റ്റമൈസബിൾ ആയിരിക്കും, എഫിഷ്യൻറ്റും ആയിരിക്കും. അപ്പം അങ്ങനെ അതുകൊണ്ട് റിയൂസബിലിറ്റിയും സ്കെയിലബിലിറ്റി, മെയിൻ്റനബിലിറ്റി മറ്റുള്ള എല്ലാ ഫ്രെയിം വർക്ക്സിനേക്കാളും മീൻസ് എല്ലാ ഫ്രെയിം വർക്ക് കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നു. അത് തന്നെയാണ് മിക്കവാറും സംഭവിക്കുന്നത് മിക്ക കേസിലും. പിന്നെ അത് കോംപ്ലക്സ് ടു ഡിസൈൻ ആണ്. പക്ഷേ നോർമലി ഒരു സ്ക്രിപ്റ്റ് നോളജോ കുറച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്പെർട്ടൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇനി ഫൈനലി ഒരു ഫ്രെയിം വർക്കാണ് ബിഹേവിയർ ഡ്രിവൺ ഡെവലപ്മെന്റ് ഫ്രെയിം വർക്ക് ഓർ BDD ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ സെനാരിയോസ് എഴുതാൻ പ്ലെയിൻ ലാംഗ്വേജ് ആണ്. അതായത് കുക്കുംബർ എന്ന് പറയുമ്പോൾ ജാവയുടെ കേസിലാണ് കുക്കുംബർ എന്ന് പറഞ്ഞ ടൂൾ. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ഇംഗ്ലീഷ് സിൻടാക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഗർക്കിൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിലൊരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഗിവൺ വെൻ ദെൻ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോഗിൻ ഫീച്ചർ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിവൺ ദ യൂസേഴ്സ് ഈസ് ഓൺ ദ ലോഗിൻ പേജ് മീൻസ് അത് പ്രീ റിക്വസിറ്റ് നമ്മൾ പറയുകയാണ്. ദെൻ വെൻ ദ യൂസർ എൻറ്റേഴ്സ് വാലിഡ് ക്രെഡൻഷ്യൽ ദെൻ വി ഷുഡ് സീ ദ ഹോം പേജ്. സോ ഗിവൺ വെൻ ദെൻ. അപ്പം നമ്മൾ ആക്ച്വലി നമ്മുടെ മാനുവലി ടെസ്റ്റ് കേസ് എഴുതുന്ന ആ ഒരു ഫോർമാറ്റിൽ തന്നെ ഗിവൺ വെൻ ദെൻ ആ ഒരു ഫോർമാറ്റ് എഴുതിയിട്ട് നമുക്ക് നമ്മുടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം ഇതിനുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നോൺ ടെക്നിക്കൽ ടീം, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ റിസൾട്ട്സ് നമുക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടെസ്റ്റ് എൻജിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വേറെ ഏതെങ്കിലും ഒരു ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ നമ്മൾ ടെസ്റ്റ് കേസ് മറ്റുള്ളവർക്ക് നോൺ പ്രോഗ്രാമേഴ്സിന് കൊടുത്തു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ ലാംഗ്വേജിലാണ് നമുക്ക് ടെസ്റ്റ് കേസ് കാണിച്ചു കൊടുക്കാം. പിന്നെ ബിഹൈൻഡ് ആണ് നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് ഡെഫിനിഷനും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി നമ്മളത് ആഡ് ചെയ്യുന്നത്. പക്ഷേ പ്ലെയിൻ ലാംഗ്വേജിലെ ടെസ്റ്റ് സെനാരിയോസ് ഉള്ളതുകൊണ്ട് ആർക്കും പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട്സ് കിട്ടും. ഇപ്പോൾ കുക്കുംബർ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BDD കുക്കുംബർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട്സും കിട്ടും. ആ റിപ്പോർട്ട് കാണിച്ചാൽ തന്നെ സെനാരിയോസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അപ്പം
ടെസ്റ്റ് കേസ് ഈസി ആയിരിക്കും, ഈസി ടു റീഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൊളാബറേഷനും നമ്മുടെ റിക്വയർമെന്റ്സും ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് നമ്മൾ എഴുതിയ ടെസ്റ്റ് കേസ് കവർ ചെയ്യുന്നുണ്ടോ, കവറേജ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു ടൂളാണ് ബിഹേവിയർ ഡ്രിവൺ ഡെവലപ്മെന്റ്. അപ്പം ഞാൻ ഈ BDD ഫ്രെയിംവർക്ക് കൂടെ നമ്മുടെ ഹൈബ്രിഡ് ഫ്രെയിംവർക്കിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. BDD മോഡുലാർ ഡാറ്റ ഡ്രിവൺ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പർട്ടിക്കുലർ ഫോമാറ്റിലോട്ട് ചെയ്ത് ഹൈബ്രിഡ് ഫ്രെയിംവർക്ക് ആയിരിക്കും ഞാനിത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇനി ഇതാണ് നമ്മുടെ ഫ്രെയിംവർക്സിനെ പറ്റിയുള്ള ഒരു എക്സാമ്പിൾ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന ജാവ, സെലീനിയം, കുക്കുംബർ, മാവൻ, POM ഫ്രെയിംവർക്ക്, പേജ് ഒബ്ജക്റ്റ് മോഡൽ. ഇപ്പോൾ ജാവയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ബേസിക് ലാംഗ്വേജ് ആണ്. ദെൻ സെലേനിയം നമ്മൾ ഓൾറെഡി ഞാൻ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സെലേനിയത്തിൻ്റെ, സെലേനിയം ടൂൾ ഓഫ് വെബ് ഓട്ടോമേഷൻ. പിന്നെ ഈ BDD ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കുംബർ എന്ന് പറയുന്ന ആ ടൂളാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡിസൈൻ പാറ്റേൺസ്, മെയിൻറ്റൈനബിലിറ്റി, മോഡുലാരിറ്റിയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേജ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പേജ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു മോഡുലാർ ഫ്രെയിംവർക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ വെബ് ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ പല പല പേജസ് ഉണ്ട്. ആ പേജസിനെ, ഈച്ച് പേജസിൻ്റെ വെബ് എലമെൻറ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതാണ് ഇപ്പോൾ ഹോം പേജിനൊരു പേജ്, ലോഗിൻ പേജിനൊരു പേജ്, രജിസ്ട്രേഷൻ ആണെങ്കിൽ വേറൊരു പേജ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെർച്ചിന് വേറൊരു പേജ്, അങ്ങനെ ഡ്യൂപ്ലിക്കേഷനൊക്കെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് റീയൂസബിലിറ്റി ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ കുക്കുംബർ ആൻഡ് ഗെർക്കിനുള്ള അതിനുള്ളിൽ ഫീച്ചർ ഫയൽസ് ഉണ്ടാവും. അതാണ് ഹൈ ലെവലായിട്ട്, ആ ഫീച്ചർ ഫയൽസിലാണ് നമ്മൾ ഹൈ ലെവൽ സെനാരിയോസ് തരുന്നത്. അതൊരു നാച്ചുറൽ ലാംഗ്വേജ് ആയിരിക്കും. പിന്നെ ഈ ടെസ്റ്റുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമാൻഡ് ലൈനിലോ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് റണ്ണർ ക്ലാസ് ഉണ്ടാവും. അത് നമ്മൾ JUnit ആ ഒരു ഫോർമാറ്റിലായിരിക്കും. പിന്നുള്ളതാണ് ഡേറ്റ ഡ്രിവൺ. നമ്മൾ പാരാമീറ്ററൈസ് മൾട്ടിപ്പിൾ ഡേറ്റ ടെസ്റ്റ് വെച്ചിട്ട് റൺ ചെയ്യാൻ നമുക്ക് ഈ കുക്കുംബർ ഫീച്ചർ ഫയൽസിൽ തന്നെ മൾട്ടിപ്പിൾ ഡേറ്റ സെറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡുലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഓർഗനൈസർ ആൻഡ് റീയൂസബിൾ കോഡ് സ്ട്രക്ചർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മോഡുലാർ ഫ്രെയിംവർക്ക് ആണ്, അതുകൊണ്ട് റീയൂസബിൾ ആണ്. ദെൻ ടെസ്റ്റ് കുക്കുംബർ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് റീഡബിൾ ആയിരിക്കും, ആർക്ക് വേണമെങ്കിലും റീഡ് ചെയ്ത് പ്ലെയിൻ ലാംഗ്വേജിലായിരിക്കും നമ്മുടെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ഇത് മെയിൻറ്റൈനബിലിറ്റി, ക്ലിയർ സെപ്പറേഷൻ ഓഫ് ലോജിക്കും പേജ് ആക്ഷൻസും നമ്മുടെ യൂട്ടിൽസും തമ്മിലൊരു ക്ലിയർ സെപ്പറേഷൻ ഉണ്ടാവും. സോ നമുക്ക് ഈസി ആയിട്ട് ആ ഫോൾഡർ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഫ്രെയിംവർക്ക് മനസ്സിലാവുകയും നമുക്ക് ടെസ്റ്റ് കേസസ് ആഡ് ചെയ്യാനും പറ്റും. പിന്നെ ഈസി ടു ആഡ് ന്യൂ ഫീച്ചേഴ്സും പേജസ് ടെസ്റ്റും ഒക്കെ സ്കെയിലബിൾ ആയിരിക്കും. പിന്നെ HTML റിപ്പോർട്ട്, കുക്കുംബർ HTML റിപ്പോർട്ട് ഇതിലുണ്ടാവും. സോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിപ്പോർട്ട്സ് ഒക്കെ ഇതിലേക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫ്രെയിംവർക്കിൻ്റെ സ്ട്രക്ചർ. ഞാൻ ആദ്യം തന്നെ ഫ്രെയിംവർക്കിൻ്റെ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരികയാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ പിന്നെ ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു മാവൻ പ്രൊജക്റ്റാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ മാവൻ പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ സോഴ്സ് ഫോൾഡറിൽ മെയിനും ടെസ്റ്റും ഉണ്ടാവും. അപ്പം മെയിൻ്റെ അകത്തുള്ളിൽ ജാവ ഉണ്ടാവും, ടെസ്റ്റിനുള്ളിലും ജാവ സബ് ഫോൾഡേഴ്സ് ഉണ്ടാവും, ജാവ ഫോൾഡേഴ്സ് ഉണ്ടാവും, പിന്നെ റിസോഴ്സസും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മൾ ആക്ച്വൽ ഫീച്ചർ പ്ലെയിൻ ലാംഗ്വേജിൽ ലോഗിൻ ഫീച്ചർ എഴുതുന്നത്. അപ്പോൾ ഈ ലോഗിൻ ഫീച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ സ്റ്റെപ്സ്, ഇപ്പോൾ നമ്മൾ ഗിവൺ വെൻ ദെൻ ഫോർമാറ്റിലാണല്ലോ എഴുതുന്നത്, ആ ഫോർമാറ്റിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റെപ്പ് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു പാക്കേജിനുള്ളിൽ ജാവ ക്ലാസ് ആയിട്ട് നമ്മൾ എഴുതും. അപ്പോൾ ഓരോ ഈ അനോട്ടേഷൻ വെച്ചിട്ടാണ് ഗിവൺ വെൻ ദെൻ, ആ എന്താണോ നമ്മൾ കൊടുക്കുന്ന അനോട്ടേഷൻ, ഗെർക്കിൻ സിൻറ്റാക്സ് കൊടുക്കുന്ന ആ അനോട്ടേഷൻ വെച്ചിട്ടാണ് ആ മെത്തേഡിനെ ഇത് ഫീച്ചറും സ്റ്റെപ്പ് ഡെഫിനിഷനും തമ്മിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ഫീച്ചറിൽ നമ്മൾ എഴുതുമ്പോൾ ആ പർട്ടിക്കുലർ സ്റ്റെപ്പ് ഡെഫിനിഷനിലേക്ക് പോവുകയും, ഇപ്പോൾ ഗിവൺ വെച്ചിട്ടുള്ള മെത്തേഡ് നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ഗിവൺ അനോട്ടേഷൻ വെച്ചിട്ട് എഴുതുകയും അതിനുള്ളിൽ ആ മെത്തേഡ്സിനെ നമ്മൾ കോൾ ചെയ്യുകയും ചെയ്യുകയാണ് ആ പർട്ടിക്കുലർ. അപ്പം അങ്ങനെയാണ് ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ മോഡുലാരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പേജ് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ലോഗിൻ ആൻഡ് ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലോഗിൻ സ്റ്റെപ്സിൽ ലോഗിൻ പേജിൽ ഇപ്പം എൻ്റർ യൂസർ നെയിമും പാസ്വേഡ് ഉണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മെത്തേഡ്സ് ഇവിടെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതിൻ്റെ ഈ ലോഗിൻ പേജിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി നടക്കുന്ന കാര്യം. ബാക്കിയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഹുക്സ് എന്ന് പറയുന്ന ഇതെന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആവണം, ഡ്രൈവർ ഇനിഷ്യലൈസ് ചെയ്ത് ബ്രൗസർ ഓപ്പൺ ആവണം. അപ്പോൾ അതും പിന്നെ ലാസ്റ്റ് ഡ്രൈവർ ക്ലോസ് ചെയ്യുന്നത് നമ്മൾ ഹുക്സിലേക്ക് ആഡ് ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മുടെ നേരെ ഫീച്ചർ ഫയലിലേക്ക് വന്നിട്ട് സ്റ്റെപ്പ് ആണ് കോൾ ചെയ്യുന്നത്. അപ്പം ഈ ഹുക്സിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡ്രൈവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി മെത്തേഡാണ്, ആ യൂട്ടിൽസിന് കൊടുത്തേക്കുന്ന മെത്തേഡാണ് ഡ്രൈവർ ഫാക്ടറി. അപ്പോൾ അവിടെയാണ് ആക്ച്വലി നമ്മൾ ഡ്രൈവർ ഇനിഷ്യലൈസ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ബ്രൗസർ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഏത് ബ്രൗസറിലാണ് നമുക്ക് ടെസ്റ്റ് റൺ ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാനാണ് കോൺഫിഗ് റീഡറും കോൺഫിഗ് പ്രോപ്പർട്ടീസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഒരു പ്രോപ്പർട്ടീസ് ഫയലാണ് ഏത് ബ്രൗസറാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ടെസ്റ്റ് റൺ ചെയ്യുമ്പോൾ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, ഏതാണ് ക്രോം ആണെങ്കിൽ ക്രോം എന്ന് അവിടെ, അല്ലെങ്കിൽ ഫയർഫോക്സ്. അപ്പോൾ
അതിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺഫിഗ് റീഡർ എന്ന് പറഞ്ഞ ജാവ ക്ലാസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇതൊരു സിമ്പിൾ ഫ്രെയിംവർക്ക് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ നമുക്കിത് ആക്ച്വലി നമുക്ക് എങ്ങനെയാണെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതും കൂടെ നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഒരു നമ്മൾ ജാവ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഫോൾഡറും അതിൻ്റെ സബ് ഡയറക്ടറീസും ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മെയിൻ ജാവയിൽ കോർ ഇംപ്ലിമെന്റേഷൻസിലേക്ക് പേജ് ആൻഡ് യൂട്ടിൽസ്, ടെസ്റ്റ് ജാവയിൽ ടെസ്റ്റ് ഫയൽസ് ഒക്കെ ആയിരിക്കും. pom.xml മാവൻ പ്രൊജക്ട് ആയതുകൊണ്ട് നമ്മൾ സെലേനിയത്തിൻ്റെയും കുക്കുംബറിൻ്റെയും നമ്മൾ ജെ യൂണിറ്റ് ആണ് ടെസ്റ്റ് റണ്ണർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ജെ യൂണിറ്റിൻ്റെ ഒക്കെ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഫൈനലി നമ്മൾ കമാൻഡ് ലൈനിലൊക്കെ ടെസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്ലഗിൻസും കൂടെ ആഡ് ചെയ്യണം. പിന്നെ റീഡ്മി വേണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്ലിപ്സിലേക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി എക്ലിപ്സ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എക്ലിപ്സിലേക്ക് പോകാം. അപ്പോൾ എക്ലിപ്സിൽ ഞാൻ ഫയൽ ഇവിടെ ഓൾറെഡി ഞാൻ എൻ്റെ വർക്ക് സ്പേസിലുണ്ട്. ക്രിയേറ്റ് എ മാവൻ പ്രൊജക്ട്, അല്ലെങ്കിൽ ഫയൽ എടുത്തിട്ട് ന്യൂ എടുത്തിട്ട് മാവൻ പ്രൊജക്ട് എന്ന് സെലക്ട് ചെയ്താലും മതി, ഏതായാലും മതി. ഓക്കെ, അപ്പോൾ ഫയൽ എടുത്തിട്ട് ന്യൂ എടുത്ത് മാവൻ പ്രൊജക്ട് എടുത്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് എ സിമ്പിൾ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പം ഞാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൂപ്പ് ഐ ഡി എന്ന് പറയുന്നത് com.sajirqa.talks, എൻ്റെ യൂട്യൂബ് നെയിം തന്നെ ആയിക്കോട്ടെ, talks.selenium cucumber demo, artifact id selenium cucumber demo. ഓക്കെ, സോ ഞാൻ അതിൻ്റെ ഇതാണ് എൻ്റെ ഞാൻ പ്രൊജക്ട് നെയിമായിട്ട് കൊടുക്കുന്നത്. സോ ഇത് സെലേനിയം കുക്കുംബർ ഡെമോ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് SRC മെയിനും ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള ഫോൾഡർ സ്ട്രക്ചറിലുള്ള ആ ഒരു സംഭവം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. SRC മെയിൻ ജാവ ടെസ്റ്റ് ജാവ റിസോഴ്സസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ സബ് അല്ലെങ്കിൽ പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് റിസോഴ്സസിനുള്ളിൽ നമ്മുടെ ആദ്യ ഇതായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എടുത്തിട്ട് ഫോൾഡർ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നു, ഫിനിഷ്. സോ ഇവിടെ ഫീച്ചേഴ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് അവിടെ തന്നെ ഹുക്സ് ഉണ്ട്, സ്റ്റെപ്പ് ഡെഫിനിഷൻസും ഉണ്ട്. നമ്മുടെ ടെസ്റ്റ് ജാവയ്ക്കുള്ളിൽ തന്നെയാണ് ഹുക്സ് ആൻഡ് അത് പാക്കേജ് ആണ്. അത് ജാവ ക്ലാസ് ഉള്ളതുകൊണ്ട് നമ്മൾ പാക്കേജ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. സോ ഹുക്സ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ദെൻ അവിടെ തന്നെ സ്റ്റെപ്പ് ഡെഫിനിഷൻ എന്ന് പറയുന്ന ഫോൾഡറും പാക്കേജും ക്രിയേറ്റ് ചെയ്യാണ്. സ്റ്റെപ്പ് ഡെഫിനിഷൻ ഓക്കെ, സ്റ്റെപ്പ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞ പാക്കേജ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ റിസോഴ്സസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ റിസോഴ്സ് ആയിട്ട് config.properties ആണ്. അതൊരു ഫയലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത് വിത്ത് എക്സ്റ്റൻഷൻ പ്രോപ്പർട്ടീസ്. സോ വേണമെങ്കിൽ റൺ കോൺഫിഗ് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് config.properties തന്നെ ആക്കാം. സോ config.properties. അപ്പോൾ ഇവിടെ മെയിൻ്റെ റിസോഴ്സിനുള്ളിൽ ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടീസ് ഫയൽ ഇവിടെയാണ്. നമുക്കിപ്പോൾ ഏത് ബ്രൗസറാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏത് ബ്രൗസറാണ് എൻ്റർ ചെയ്യേണ്ടത്. സോ ബ്രൗസർ ഈക്വൽ ടു ക്രോം. നമുക്ക് ആ പർട്ടിക്കുലർ ക്രോം. ഇനി ഇതിനുള്ളിൽ നമ്മൾ അടുത്ത പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഡിഫറെൻറ്റ് പേജസ് ആണല്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ പേജസ് എന്നുള്ള അത് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ അതിനുശേഷം നമുക്ക് യൂട്ടിൽസ് എന്ന് പറയുന്ന പാക്കേജും കൂടി ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഞാൻ അവിടെ അപ്പുറത്ത് കാണിച്ചിരുന്നത്. അതും നമ്മൾ ജാവ ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ പാക്കേജ് ആണ്. അപ്പം ജാവ ക്ലാസ് അല്ലെന്നുണ്ടെങ്കിൽ ഫോൾഡറും, ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ പാക്കേജും ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂട്ടിൽസും ഇതും ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓൾറെഡി ഞാൻ config.properties എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കോൺഫിഗ് റീഡർ ആണ്. കാരണം ആ റീഡർ കിട്ടിയാലേ പിന്നെ നമുക്ക് ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ config.properties ആണ് അടുത്തത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതൊരു ക്ലാസ് ആണ്, അത് യൂട്ടിൽസിനുള്ളിലാണ്. ഞാൻ ന്യൂ എടുത്തിട്ട് ക്ലാസ് എടുത്ത് config.properties എന്നുള്ള കോൺഫിഗ് റീഡർ എന്ന് പറയുന്ന ക്ലാസ് ആണ്. ഞാനപ്പോൾ കോൺഫിഗ് പ്രോപ്പർട്ടീസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫിഗ് റീഡർ എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ അവിടെ നമുക്ക് ഞാൻ ഓൾറെഡി അത് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ പർട്ടിക്കുലർ ക്ലാസ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഞാനത് ഇതിലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ
ഞാൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന അത് ജാവയുടെ യൂട്ടിലുള്ള ഒരു പാക്കേജ് ആണ്. സോ ജാവ യൂട്ടിലുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഫയൽ ഇൻപുട്ട് സ്ട്രീം എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ ഫയൽ ഇവിടെ ഫയൽ നമ്മുടെ കറക്റ്റ് SRCയിൽ നമ്മുടെ ക്ലാസ് പാത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ തന്നെ കൊടുക്കാം. SRC മെയിൻ റിസോഴ്സസ്, അവിടെ കോൺഫിഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന അതുണ്ട്. അവിടെ വെച്ചിട്ട് ഈ പ്രോപ്പർട്ടീസിലേക്ക് ഈ പർട്ടിക്കുലർ ഫയൽ ഏതാണ് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഫയൽ ആ ഫയൽ ഇൻപുട്ട് സ്ട്രീം വെച്ചിട്ട് അതിലേക്ക് സേവ് ചെയ്തിട്ട് അതിലേക്ക് ലോഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് അത് ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സെപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, റൺ ടൈം എക്സെപ്ഷൻ ഫെയിൽ ടു ലോഡ് ദ കോൺഫിഗറേഷൻ. അപ്പോൾ നമ്മൾ ഈ ഫയൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എറർ കാണിക്കും, കോൺഫിഗറേഷൻ ഫയൽ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പാത്തിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഫയൽ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫയൽ ഇൻപുട്ട് സ്ട്രീം ക്ലാസ്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ദെൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ലോഡ്. അതിനുശേഷം അപ്പോൾ വൺസ് ഇത് ലോഡ് ആയി കഴിഞ്ഞാൽ ഈ ഫയലിലുള്ള പ്രോപ്പർട്ടീസ് വാല്യൂ, ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ ബ്രൗസർ എന്ന് പറയുന്നത് കീ വാല്യൂ പെയേഴ്സ് ആയിരിക്കും ഇതുള്ളത്. അപ്പോൾ ഇവിടെ കീ എന്ന് പറയുന്നത് ബ്രൗസർ ആണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്രോം ആണ്. അപ്പോൾ ഈ കീ വാല്യൂ പെയർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഗെറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ കീ പാസ് ചെയ്യണം. അപ്പോൾ കീ എന്ന് പറയുന്നത് ബ്രൗസർ എന്നുള്ള വാല്യൂ ആയിരിക്കും, സ്ട്രിംഗ് ആയിട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഫസ്റ്റ് ഇത് സിസ്റ്റം ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യും. ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഈ കോൺഫിഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ചായിരിക്കത്തില്ല ടെസ്റ്റ് റൺ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ കമാൻഡ് ലൈനിലൊക്കെ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ബ്രൗസർ പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ തന്നെ ബ്രൗസർ നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടി എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമാൻഡിൽ നിന്ന് തന്നെ നമ്മുടെ മേവൻ ആയതുകൊണ്ട് മേവൻ കമാൻഡിൽ നിന്ന് തന്നെ ഇത് ചെയ്യണം. അപ്പോൾ മേവൻ ആദ്യം തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ സിസ്റ്റത്തിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ മേവൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, എങ്കിലേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബേസിക്കലി. അപ്പം ഗെറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന അത് എടുക്കുക. അപ്പോൾ അവിടെ നിന്ന് കീ കിട്ടും, അത് സിസ്റ്റം വാല്യൂവിലേക്ക് സേവ് ആകും. ഇൻ കേസ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ സിസ്റ്റം വാല്യൂ ഉറപ്പായിട്ടും നള്ളായിരിക്കും. അപ്പോൾ നോട്ട് ഈക്വൽ ടു നള്ളാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം വാല്യൂ ഇവിടെ നിന്ന് കിട്ടിയ വാല്യൂ ഉപയോഗിച്ച് റിട്ടേൺ ചെയ്യും. അപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് നമ്മുടെ പ്രോപ്പർട്ടീസിൽ നിന്ന് നമ്മുടെ എന്താണോ നമ്മൾ കോൺഫിഗ് പ്രോപ്പർട്ടീസിൽ എഴുതിയിരിക്കുന്നത് അത് വെച്ചിട്ട് ഗെറ്റ് പ്രോപ്പർട്ടി കീ പാസ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ബ്രൗസറിൻ്റെ വാല്യൂ നമ്മൾ എന്താണോ റീഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു റീഡ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി കോൺഫിഗ് പ്രോപ്പർട്ടീസ് കിട്ടി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഡ്രൈവർ നമ്മൾ സെലേനിയം ആണല്ലോ ചെയ്യുന്നത്. അപ്പം ഡ്രൈവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് pom.xml നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യേണ്ടി വരും. അത് ഞാൻ ആദ്യം ചെയ്യണമായിരുന്നു, സോറി ഞാനത് വിട്ടുപോയതാണ്. അപ്പം ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പം ബിൽഡ് അല്ല, നമുക്ക് അതിൻ്റെ ഡിപ്പെൻഡൻസീസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിപ്പെൻഡൻസീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ സെലേനിയത്തിൻ്റെ വേണം, കുക്കുംബർ വേണം, JUnit വേണം. അപ്പം നമുക്ക് അത്രയും സംഭവങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അതിന് മാവൻ റിപ്പോസിറ്ററി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഇതിൽ ഇപ്പോൾ സെലേനിയം ജാവ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിപ്പോസിറ്ററി കിട്ടും. ഞാൻ ഇതാണ് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ സെലേനിയത്തിൻ്റെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ 4.27.27.0 ആണ്. ഇതാണ് ലേറ്റസ്റ്റ്. ഇത് ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ കോപ്പി ആവും. ദെൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഡിപ്പെൻഡൻസീസിനുള്ളിൽ ഈ ടാഗിനുള്ളിൽ ആഡ് ചെയ്യുക. അപ്പോൾ സെലേനിയം ഡിപ്പെൻഡൻസി ആഡായി. ഇനിയിപ്പോൾ വേണ്ടത് നമുക്ക് കുക്കുംബർ ആണ്. കുക്കുംബർ ജാവയും വേണം, കുക്കുംബർ JUnitഉം വേണം. സോ കുക്കുംബർ ജാവ ഞാൻ ഫസ്റ്റ് എടുക്കുന്നു. അപ്പോൾ കുക്കുംബർ പഴയ ഒരു ഇൻഫോ കുക്സ് ഉണ്ട്, അതിപ്പോൾ ഡിപ്രീഷിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ IO.cucumber ആണ് എടുക്കേണ്ടത്. അതിൻ്റെ ലേറ്റസ്റ്റ് 7.20.0 ആണ്. അത് നമ്മൾ എടുക്കണം. ഓക്കെ, ഞാൻ ആ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുന്നു. ദെൻ കുക്കുംബർ നമ്മൾ ടെസ്റ്റ് റൺ ചെയ്യുന്നത് കുക്കുംബർ JUnit വെച്ചിട്ടാണ്. സോ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇതും കൂടെ ആഡ് ചെയ്യണം. കുക്കുംബർ JVM JUnit 4 നമ്മൾ കുക്കുംബർ JUnit അത് സെയിം ഇത് തന്നെയാണ് നമ്മുടെ പർട്ടിക്കുലർ ഇത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് JUnit ആണ്. JUnit 4. അപ്പോൾ കുക്കുംബർ JUnit 4 ആയതുകൊണ്ട് നമ്മൾ JUnit 4 തന്നെ നമ്മൾ എടുക്കും. അപ്പോൾ പുതിയ JUnit 5 വന്നിട്ടുണ്ട്, Jupyter BI, പക്ഷേ ഞാൻ JUnit 4 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ JUnit 5 വെച്ചിട്ട് വേറെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം നമുക്ക്. ഇത് വലിയ മാറ്റമൊന്നുമില്ല, ജസ്റ്റ് ചില ഡിപ്പെൻഡൻസീസിലുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്, ചില പാക്കേജിലുള്ള ചേഞ്ചസേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ JUnit 4 ആണ്, അത് കുറച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ JUnit 4 തന്നെ എടുത്തത്. നമുക്ക് വേറൊരു വീഡിയോ JUnit 5 വെച്ചിട്ടും അല്ലെങ്കിൽ ടെസ്റ്റ് എഞ്ചി വെച്ചിട്ടും ഒക്കെ നമുക്ക് ഇനി ആലോചിക്കും. ഇനി ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ എന്തായാലും ആലോചിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുള്ള മെയിൻ സാധനങ്ങളൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു.
സേവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻസീസ് ഇവിടേക്ക് ആഡ് ആവുന്നുണ്ട്. മാവൻ ഡിപ്പെൻഡൻസീസ് ആഡായി. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെലേനിയവും ജാവയും സെലേനിയത്തിൻ്റെ ഒക്കെ ഇപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു സെലേനിയം മാനേജർ എന്ന് പറയുന്ന ഒരു വീഡിയോ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ സെലേനിയം 4.6 ശേഷം നമ്മൾ സെപ്പറേറ്റ് സെലേനിയത്തിൻ്റെ ബ്രൗസർ ഡ്രൈവേഴ്സ് ഒന്നും നമ്മൾ പ്രൊജക്റ്റിലൊന്നും ആഡ് ചെയ്യേണ്ട. സെലേനിയം പാക്കേജ് ഈ ഇവിടേക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ സെലേനിയം ഡ്രൈവേഴ്സ് ഒക്കെ ആഡ് ആവുന്നുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ജസ്റ്റ് നമ്മൾ ഡ്രൈവർ ഇനിഷ്യലൈസേഷൻ മാത്രം ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ തന്നെ സെലേനിയം ടെസ്റ്റ് റൺ ആവുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഡ്രൈവർ ഫാക്ടറി എന്ന് പറയുന്ന പർട്ടിക്കുലർ ക്ലാസ് കൂടെ അങ്ങ് ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെലേനിയത്തിന് നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള സെലേനിയത്തിൻ്റെ ഇനിഷ്യലൈസ് ചെയ്യുന്ന സംഭവം അങ്ങ് നടക്കുമല്ലോ. സോ ഡ്രൈവർ ഫാക്ടറി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ക്ലാസ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെയും കൂടെ മെത്തേഡൂടെ അങ്ങ് കോപ്പി ചെയ്യാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ വെബ് ഡ്രൈവർ ഒരു പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ ഇമ്പോർട്ട് വെബ് ഡ്രൈവർ. ഞാൻ ഫുൾ സേവ് കൊടുക്കാത്തതുകൊണ്ടാണ് അത് വരാതിരുന്നത്. നമ്മൾ ഫസ്റ്റ് അപ്പോൾ ഞാനിത് ഇമ്പോർട്ട് ചെയ്തു സെലേനിയം വെബ് ഡ്രൈവർ. അപ്പം എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗെറ്റ് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. വെബ് ഡ്രൈവർ നമ്മളെ ഡ്രൈവർ നമുക്ക് റിട്ടേൺ ചെയ്യാനും. അപ്പോൾ നമ്മൾ ഹുക്സിൽ ഇനി അത് ഈ മെത്തേഡിനെ കോൾ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കും. ഡ്രൈവർ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നള്ളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബ്രൗസർ ഏതാണെന്ന് കോൺഫിഗറേറ്റർ ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ഓൾറെഡി എഴുതിയ ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിലേക്ക് വരും. ഇവിടെ വന്നിട്ട് നമ്മൾ കമാൻഡ് ലൈൻ വഴിയാണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എവിടെയാണോ കോൺഫിഗ് പ്രോപ്പർട്ടീസിൽ എഴുതിയിരിക്കുന്നത് അവിടെ നിന്ന് പ്രോപ്പർട്ടീസ് ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇത് ലോഡായിട്ട് ഈ കോൺഫിഗ് ഡോട്ട് പ്രോപ്പർട്ടീസിലോട്ട് പോയിട്ട് അവിടുന്ന് ആ പ്രോപ്പർട്ടി അപ്പോൾ നമ്മൾ കീ ആയിട്ട് ഇവിടെ പാസ് ചെയ്യുന്നത് എന്താണ് ബ്രൗസർ എന്നുള്ള കീ ആണ്. അപ്പം ബ്രൗസറിന്റെ കീയോട് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ബ്രൗസർ ആണോ ആ ബ്രൗസർ. അതിനുശേഷം ബ്രൗസറിനെ ലോവർ കേസിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇൻ കേസ് നമ്മൾ അവിടെ ഏതെങ്കിലും ക്യാപിറ്റൽ എന്തെങ്കിലും പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ലോവർ കേസ് ആയി മാറും. അതിനുശേഷം ക്രോം ആണെന്നുണ്ടെങ്കിൽ ന്യൂ ക്രോം. ഇത്രയും മാത്രം ചെയ്താൽ മതി. സിസ്റ്റം ഡോട്ട് സെറ്റ് പ്രോപ്പർട്ടി ഒന്നും ഇപ്പോൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഡ്രൈവർ ഈക്വൽ ടു ഓൾറെഡി വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഡ്രൈവർ ഈക്വൽ ടു ന്യൂ ക്രോം ഡ്രൈവർ. ഇനി ഇതൊരു സ്വിച്ച് കേസ് ആയിട്ടാണല്ലോ. അപ്പം ഇനി ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഫയർഫോക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഈക്വൽ ടു ന്യൂ ഫയർഫോക്സ് ഡ്രൈവർ. ഇനി ഇതൊന്നും അല്ല വേറെ ഇതിൽ വാല്യൂ ആണെങ്കിൽ അൺസപ്പോർട്ടഡ് ബ്രൗസർ. അപ്പം തൽക്കാലം നമ്മൾ ഈ രണ്ടെണ്ണമാണ് ചെയ്യുന്നത്. പിന്നുള്ളൊരു മെത്തേഡാണ് ക്വിറ്റ് ഡ്രൈവർ. അപ്പം നമ്മൾ ഡ്രൈവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് ഡ്രൈവർ നള്ളല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് ആവുക. പിന്നെ ഡ്രൈവർ ഒബ്ജക്റ്റ് നമ്മൾ ഫ്രീ ആക്കുകയാണ്. ഡ്രൈവർ ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞ ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് ഫ്രീ ആക്കണം. ഇത് നമ്മൾ നമ്മുടെ ആഫ്റ്റർ ഇതിനുള്ളിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡ്രൈവർ ഫാക്ടറി. ഈ മെത്തേഡ്സ് നമ്മൾ നോർമലി ഹുക്സിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ ഉപയോഗിക്കും. അത് ഞാൻ ഗെറ്റ് ഡ്രൈവർ എന്നുള്ള മെത്തേഡ് എക്സ്പെഷ്യലി നമ്മൾ ഉപയോഗിക്കും നമ്മുടെ ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞുതരാം. അപ്പം അതുകൊണ്ടാണ് ഈ ഡ്രൈവർ ഈക്വൽ ടു നൾ. ഓൾറെഡി നള്ളാണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനിലേക്ക് കയറില്ല. ജസ്റ്റ് ഡ്രൈവർ റിട്ടേൺ ചെയ്യുകയുള്ളൂ. അത് നമ്മൾ സ്റ്റെപ്പ് ഡെഫിനിഷനിലേക്ക് റീയൂസ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മുടെ ഡ്രൈവർ ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഹുക്സ് കൂടെ അങ്ങ് എഴുതിയേക്കാം. ഹുക്സ് ക്ലാസ് കൂടെ അങ്ങ് എഴുതിയേക്കാം. നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം നമുക്ക് റൺ ആവേണ്ടത് ഹുക്സിലുള്ള ക്ലാസ് ആണ്. സോ ഞാൻ ഹുക്സ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ക്ലാസ് കൂടെ ഹുക്സ് എന്ന് പറഞ്ഞ പാക്കേജിനുള്ളിലേക്ക് എഴുതുകയാണ്. സോ ഹുക്സിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ അറ്റ് ബിഫോറും അറ്റ് ആഫ്റ്റർ മെത്തേഡാണ്. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ IO.cucumber ജാവയുടെ ഇതാണ് എടുക്കുന്നത്. സോ അപ്പോൾ ഇത് കുക്കുംബർ ഇതിലുള്ളതാണ്. അപ്പം ഈ കുക്കുംബർ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു അനോട്ടേഷനാണ് ബിഫോറും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗെറ്റ് ഡ്രൈവർ. അപ്പോൾ ഈ നമ്മൾ ഏത് ഫീച്ചർ ഫയൽസ് ഫസ്റ്റ് റൺ ചെയ്യുമ്പോഴും ഫസ്റ്റ് റൺ ആവുന്ന മെത്തേഡ് അപ്പം ഗെറ്റ് ഡ്രൈവർ എന്നുള്ള മെത്തേഡ്. അപ്പോൾ നേരെ ഗെറ്റ് ഡ്രൈവർ എന്നുള്ള മെത്തേഡിലേക്ക് പോവുകയും കൺട്രോൾ വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ ഇതിലേക്ക് വരും. ഗെറ്റ് ഡ്രൈവർ എന്നുള്ള മെത്തേഡിലേക്ക് വരികയും അതിന് ശേഷം നമ്മൾ ഇവിടേക്ക് വരും. ഇപ്പോൾ ഡ്രൈവർ ഫസ്റ്റ് ടൈമാണ് ഡ്രൈവർ നള്ളാണ്. അപ്പോൾ ഇതിലേക്ക് വന്നിട്ട് കോൺഫിഗറേറ്ററിൽ പോയിട്ട് പ്രോപ്പർട്ടി റീഡ് ചെയ്ത് അപ്പോൾ ഇൻ കേസ് നമ്മൾ കമാൻഡ് ലൈൻ ആണെങ്കിൽ കമാൻഡ് ലൈനിൽ നിന്ന് എടുക്കും. അല്ല നമ്മുടെ ഈ കോൺഫിഗ് ഡോട്ട് പ്രോപ്പർട്ടീസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് ബ്രൗസറിന്റെ വാല്യൂ എടുത്ത് ക്രോം ആണോ ഫയർഫോക്സ് ആണോ സെറ്റ് ചെയ്തിട്ട് ആ ഡ്രൈവർ ഇങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യും. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ടെസ്റ്റ് കേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്വിറ്റ് ഡ്രൈവർ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ഡ്രൈവറിനെ ഫ്രീ ആക്കും. ദെൻ നമ്മുടെ ബ്രൗസർ എല്ലാം ക്ലോസ് ആവുകയും ചെയ്യും ഡ്രൈവർ ഡോട്ട് ക്വിറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഈ ഹുക്സിന്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പം ഏകദേശം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു.